എങ്ങനെയുണ്ട് ഈ ലുക്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാ? നമ്മളുണ്ടല്ലോ പറശ്ശിനിക്കടവ് പോകുന്നട്ടാ. ഞാൻ ഈ എന്തെങ്കിലും പറയുമ്പോ പറശ്ശിനി അതുകൊണ്ട് എല്ലാരും പറയുണ്ടല്ലോ പറശ്ശിനിക്കടവല്ലേ ഗീതച്ചി, പറശ്ശിനി എന്നിട്ട് അത് എന്റെ സ്പീഡില് അങ്ങനെ ആയിപ്പോ എന്നിട്ടാ കുറേ നാളായി വിചാരിക്കുന്നു. പിന്നെ പറശ്ശിനി പോണെന്ന് സാധിക്കുന്നേ ഇല്ല. ഇന്ന് ഏതായാലും പോയൊക്കെ വരച്ചു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പിന്നെ നമ്മളെ കണ്ണൂരുകാരെ സ്വന്തം ആളാന്ന് മുത്തപ്പൻ. നമ്മുടെ എല്ലാ വിഷമം അവിടെ കൊണ്ടിറക്കിയ വലിയ സമാധാനം എന്നിട്ടാ. എന്നാല് മുത്തപ്പനെ കാണാൻ പോട്ടാ. പിന്നെ ആർന്ന് വീഡിയോ എടുക്കണമെന്നാലും വിചാരിച്ചിട്ടാ പോന്നട്ടാ. പക്ഷെ നാലാളെ കാണുമ്പോ മുട്ട് വരക്കുന്ന അസുഖമുണ്ട്. അതുകൊണ്ട് വീഡിയോ എടുക്കുന്ന ഒരു ഇതുമില്ല. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഒരുമാതിരി മാനത്തിക്കാരെ കയറിയിട്ട് യാത്ര ചെയ്യട്ടാ. കാറ് തേച്ച് ഇവരെ തള്ളി കയറിയിട്ട് ഇരിക്കാൻ കഴിയുന്നില്ല. ആടിയതിന് ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റിട്ടാ ചർച്ച. മുത്തപ്പറക്കാത്തോള് കാറ് ഓടിക്കുന്നത് നമ്മൾ ഉണ്ണിക്കുട്ടനായതുകൊണ്ട് അധികം വർത്താനം പറഞ്ഞിട്ടാ. ആളെ ഇത്തിരി ഡേഞ്ചർ. അങ്ങനെ നമ്മള് പ്രശ്നിക്കടവിൽ എത്തിയിട്ടുണ്ടാ. പറശ്ശിനിക്കടവിൽ എത്തിയിട്ടുണ്ടാ. ഇനിയിപ്പോ അവിടെ പോയി വർത്താനം പറയുകയൊന്നും അറിയില്ല കേട്ടാ. നോക്കട്ടാ, നമുക്ക് എന്നാലും പോയി നോക്കാം. കയറിപ്പോകുമ്പോ അതിന്റെ റോഡിന് രണ്ട് ഭാഗത്ത് നിറയെ ചന്തയാട്ടാ. എത്ര ആഭരണങ്ങളൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അത് ആ ഫാൻസി സാധനങ്ങളെല്ലാം കണ്ടാൽ നമ്മൾ അറിയാതെ മേടിച്ചു പോകും കേട്ടാ. എന്താ ഉള്ളിലേക്ക് കയറുക കേട്ടാ. ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് വേറൊരു ഫീലാണ് കേട്ടോ. എന്റെ മുത്തപ്പാന്നേ നമുക്ക് വിചാരിക്കാൻ കഴിയില്ല കേട്ടോ. പ്രത്യേക ഒരു ഫീലാണ് ഉള്ളിൽ കയറുമ്പോൾ. പിന്നെ റെസിറ്റ് മുറിക്കാൻ വേണ്ടി കൗണ്ടറിലേക്ക് വരും. എന്നെ കുറെ കളിയാക്കി കേട്ടോ. എന്നാലും ഞാനത് നമുക്ക് അവിടെ പോകുന്നതിന് വഴിപാട് മുറിക്കാനില്ല. അങ്ങനെ വഴിപാടെല്ലാം മുറിച്ചത് ഉള്ളിലേക്ക് കയറുക കേട്ടാ. എന്റെ ഈ ബേക്ക് മാത്രം കാണിക്കുന്നുണ്ട്. ഞാൻ അതിനെ കുറെ ചീത്ത പറഞ്ഞു കേട്ടോ. എന്റെ ഓൻ പണ്ടാരടങ്ങിട്ട് ഫ്രണ്ട് കൂടി കാണിക്കില്ല. അല്ല, അല്ലെങ്കിൽ നിങ്ങളും വിചാരിക്കില്ല എന്നായിരുന്നു. നമ്മള് കാൽമുഖലും കഴുകിയ ഉണ്ണിക്കാന്ന് കൊടുക്കത്ത ചാടാ. ഓൻ പുഴയിലേക്ക് ഇറങ്ങിയതേ ഇല്ല. അങ്ങനെ നമ്മൾ മുത്തപ്പനടുക്ക് എത്തിയിട്ട് ഉള്ളിക്കറി തോതുള്ളിലേക്കൊന്നും അങ്ങനെ പോകണമെന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് ഉള്ളിക്കറി തോതിയിൽ നമുക്കൊന്ന് ചുറ്റി കറങ്ങിയിട്ട് വരാം. അന്നേരം കാണിക്കാം. ഈ സ്ഥലം കണ്ടാ നമ്മളിവിടെ വരുന്നതിന് ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടാ. ചായ കുടിക്കാൻ. ചായയും എടുത്ത പയറ് തേങ്ങാപ്പുള്ളിലൂട്ടെ കേട്ടാ. പിന്നെ നമുക്ക് ചായ കുടിക്കാൻ പോവാം. അങ്ങനെ ചായ കുടിക്കാൻ എത്തുമ്പോഴേക്കുണ്ടല്ലോ ഒടുക്കത്തെ തിരക്കാണ്. പക്ഷെ വേറെ ഇരിക്കണം. ആണുങ്ങൾ പെണ്ണുങ്ങൾ അങ്ങനെ ആക്കി ഉണ്ണി വേറെ ഇരിക്കും കേട്ടാ. എല്ലാവർക്കും പയറും ഭഗവാന്റെ പ്രസാദമായ ചായയെല്ലാം തന്നു. അതിന് തേങ്ങാപ്പുള്ളെല്ലാം ചവച്ചോണ്ടിരിക്കുകയെന്ന് കേട്ടാ. ഭയങ്കര തിരക്കാന്ന്. ഇവിടെ ആർക്ക് വേണ്ടെങ്കിലും ഏത് സമയത്തും വരാട്ടാ. ജാതി മതം ഒന്നുമില്ല കേട്ടാ. മുത്തപ്പൻ്റെ ഒരു അനുഗ്രഹം അത്. അങ്ങനെ നടന്നുകൊടുക്കുമ്പോണ്ടല്ല എന്റെ കുറച്ച് ഫാൻസിനെ കണ്ടിട്ട് അങ്ങനെ വർത്താനം പറയും നമ്മളെ. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒടുക്കത്തെ പുതിയ ബോട്ട് കയറണമെന്ന്. അങ്ങനെ ബോട്ട് കയറാൻ വേണ്ടി പോകുന്നു കേട്ടാ. പ്രശ്നിക്കടവിൽ വന്നാൽ ബോട്ടിലൊന്നും കയറാണ്ട് ഒരു സുഖമില്ല. നോക്കറ അമ്പലം ഇങ്ങനെ എന്നാ സുഖല്ലേ. വെള്ളത്തിൽ ഇങ്ങനെ ഒരു ഫീലാണ് കേട്ടാ. ബോട്ടിനുള്ളിൽ കയറിയിട്ട് ആകിലും വെച്ച അബിന്റെ ചീറ്റ നട്ട മടുപ്പ് വന്നു. ഇതിനെ ആകിലും വെച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് മുത്തപ്പനെ കണ്ട് തോന്നി. ഇവിടെ വന്ന് ഭയങ്കര ഫീലാട്ടാ. അത് മാത്രല്ല ഫാൻസി പോയിട്ട് കുറച്ച് ജിബിക്കൽ ഇവ മേടിച്ചിട്ടും ചെയ്തു. എല്ലാം തീർന്നു കേട്ടാ. ക്ഷീണം പിടിച്ചു. ഇനി നേരെ വീട്ടിലേക്ക് പോവാട്ടാ. പുതിയ വീഡിയോയിൽ നാളെ വരാം.